وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 84-ാമത്തെ ആയത്തിന്റെ പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. ആ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ 84-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ, പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ സംസാരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാർ മുഖേന അവരിൽ നിന്ന് കരാറ് വാങ്ങിയതിനെ കുറിച്ച് പറയുകയാണ്. വഇദ് അഖദ്നാ മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം. ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ല എന്ന് അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു രക്ഷപ്പെടുത്തിയെടുത്ത, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച ബനു ഇസ്രായേലിയർ, അവർ അന്യായമായിക്കൊണ്ട് പരസ്പരം രക്തം ചിന്തുന്നത് അത് മതത്തിൽ വലിയ പാപമായിക്കൊണ്ട് ഇസ്രായേൽ ജനതക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു കാര്യമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വിശ്വാസികൾ അവർ പരസ്പരം കൊല ചെയ്യുന്നത്, അവർ പരസ്പരം രക്തം ചിന്തുന്നത് അത് അള്ളാഹു ഏറെ വെറുക്കുന്ന ഒരു കാര്യമാണ്, മതത്തിൽ നിഷിദ്ധമായ കാര്യമായിട്ടാണ് ഇസ്രായേൽ ജനതയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് പഠിപ്പിച്ചു തരുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അന്ത്യനാളിൽ ജനങ്ങൾക്കിടയിൽ ആദ്യമായി വിധി തീർപ്പ് നടത്തപ്പെടുന്നത് അത് രക്തം ചിന്തിയ വിഷയത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തിൽ അള്ളാഹു ആദ്യമായി വിധി തീർപ്പ് നടത്തുക അത് രക്തം ചിന്തിയ വിഷയത്തിലായിരിക്കുമെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ഓരോ പ്രവാചകന്മാരും ഈ വിഷയം എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി തന്റെ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഇതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ പരലോകത്ത് കൊല്ലപ്പെട്ടവൻ കൊലയാളിയെയും കൊണ്ടുവരുമെന്നാണ്. ആ സമയം കൊലയാളിയുടെ മൂർധാവും തലയും കൊല്ലപ്പെട്ടവന്റെ കയ്യിലായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അന്നേരം കൊല്ലപ്പെട്ടവന്റെ കണ്ടനാടികൾ രക്തം നിറഞ്ഞൊലിച്ചു കൊണ്ടായിരിക്കും അവിടെ കാണപ്പെടുക എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്. ആ സമയം കൊല്ലപ്പെട്ടവൻ അള്ളാഹുവോട് പറയും, യാ റബ്ബി ഹാദാ ഖതലനി, എന്റെ റബ്ബേ, ഇയാൾ എന്നെ കൊല ചെയ്തവനാണ് എന്ന് ആ കൊല്ലപ്പെട്ടവൻ പറയുമെന്ന. എന്നിട്ട് സഹോദരങ്ങളെ, ആ കൊല്ലപ്പെട്ടവന്റെ അവസ്ഥ എത്രത്തോളമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരിക, ആ കൊല്ലപ്പെട്ടവൻ കൊലയാളിയെ പ്രതികാരം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അർശിനോട് മുട്ടിക്കുമാറാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ടാ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം പറഞ്ഞത്, ഇസ്രായേൽ ജനതയിൽ നിന്ന് കരാറ് വാങ്ങിയത്, ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങൾ നിങ്ങളുടെ രക്തം ചിന്തുകയില്ല എന്ന ഉറപ്പാണ് അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയത്. ഇനി സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ? വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്താക്കരുത് എന്നാണ്.
അപ്പോൾ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഇസ്രായേൽ ജനതയിൽ നിന്ന് കരാർ വാങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ രക്തം പരസ്പരം ചിന്തരുത്, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കരുത്. ഈ രണ്ട് കരാറുകളും സത്യവിശ്വാസികൾ എന്ന നിലക്ക് അവർ പരസ്പരം പാലിക്കാൻ നിർബന്ധിതരായ, അവർക്കിടയിൽ സാഹോദര്യം വളർത്താൻ ഉപകരിക്കുന്ന, അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ കൽപ്പനകളാണ്. ഈ കാര്യം അറിയിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. വിശ്വാസികൾ തമ്മിൽ നിലനിൽക്കേണ്ട സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഒരു ഹദീസ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സത്യവിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും ഉദാഹരണം അത് ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന്. അതിൽ ആ ശരീരത്തിലുള്ള ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ ബാക്കി ശരീരവും ഉറക്കമൊഴിച്ചും പനിച്ചും ദുഃഖത്തിൽ പങ്കുകൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായി കൊണ്ട് നമുക്ക് സത്യവിശ്വാസികൾ പരസ്പരം കാണിക്കേണ്ട ഉത്തരവാദിത്യം പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് സഹോദരങ്ങളെ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഇവിടെ ഉദ്ധരിച്ച ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഒക്കെ രേഖപ്പെടുത്തിയ ഈ ഹദീസ്, ഇസ്രായേൽ ജനതയിലേക്ക് വന്ന പ്രവാചകന്മാരും ഈ രൂപത്തിൽ അവർക്കിടയിൽ നന്മ പ്രചരിപ്പിച്ച അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കപ്പെട്ടപ്പോൾ അവർ അത് അംഗീകരിക്കുകയും അങ്ങനെ ഇസ്രായേൽ ജനത അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. സുമ്മ അഖറർതും വ അൻതും തഷ്ഹദൂൻ, പിന്നെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് ഏറ്റ് സമ്മതിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം തൊബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. സുമ്മ അഖറർതും വ അൻതും തഷ്ഹദൂൻ, പിന്നെ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അത് ഏറ്റ് സമ്മതിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹാദാ ഹഖ്കും മിൻ മീസാഖി അലൈക്കും, നിങ്ങളുടെ മേലുള്ള എൻ്റെ ഈ കരാറിനാൽ ഇത് സത്യമാണ് എന്ന് അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഇസ്രായേൽ ജനത ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഹക്കാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഈ ആയത്ത് പരാമർശിക്കുന്നത് അത് മദീനയിലുണ്ടായിരുന്ന യഹൂദികളുടെ ചില പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിമർശിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ചൊക്കെയുള്ള നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അടുത്ത ആയത്ത് പഠിക്കുന്ന അവസരത്തിൽ അത് വിശദമായി ചർച്ച ചെയ്യാം. ഇവിടെ ഈ ആയത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. നമുക്ക് പഠിക്കാൻ ഇനി അവശേഷിക്കുന്നത് അത് ഈ 84-ാമത്തെ ആയത്തിന്റെ തജ്വീദോട് കൂടിയുള്ള പാരായണമാണ്. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.